ഹലോ, എല്ലാവർക്കും ജിബീസ് ടേസ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന വിഭവം ക്രാബ് റോസ്റ്റ് ആണ്. എനിക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി മേടിച്ചുകൊണ്ട് വന്ന ക്രാബാണ്. അത് ഒരു 1.5 കിലോ കാണും. അത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ 3/4 കിലോ ക്രാബ് ഉണ്ട്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ 2 തക്കാളി സ്ലൈസ് ആക്കി വെച്ചേക്കുന്നു. ഇത് കറിവേപ്പിലയാണ്. ഇതെന്റെ സ്വന്തം വീട്ടിൽ തന്നെ ഉള്ള കറിവേപ്പിലയാണ്. പിന്നെ ചുമന്നുള്ളി, ഒരു 10 ചുമന്നുള്ളി. അത് ഓപ്ഷനിലാണ്, പക്ഷെ ടേസ്റ്റ് കൂടും. ചുമന്നുള്ളി ആകുമ്പോൾ നമുക്കറിയാമല്ലോ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. പിന്നെ ആരോഗ്യത്തിന് നല്ലതാ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളകേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ, കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട് ഒരു പച്ചമുളകേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എരി വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കൂടെ ഉപയോഗിക്കാം. ഇതിനു വേണ്ടി ഞാൻ ആദ്യം ഒരു പേസ്റ്റ് ഉണ്ടാക്കുവാണേ. കുറച്ച് നമ്മുടെ പെരിഞ്ജീരകം, അറിയാമല്ലോ എല്ലാവർക്കും പെരിഞ്ജീരകം, കുറച്ച് ഒരു മണത്തിന് വേണ്ടി. പിന്നെ കുറച്ച് കുരുമുളക്. അത് എരി നോക്കിയിട്ട് വേണേ, അതിന് എരി വേണ്ടാത്തവർക്ക് കുറച്ച് ചേർത്താൽ മതി. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, അതായത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇങ്ങോട്ട് ഇടുക. അതൊന്ന് പേസ്റ്റ് ചെയ്യുക. പാൻ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ മതി. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ ആയിരിക്കും ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായ എണ്ണയിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക്, ഉലുവ. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഒരു ഗുണത്തിന് വേണ്ടിയാണ്, ഇട്ടു. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പെരിഞ്ജീരകമൊക്കെ അരച്ചു വെച്ചല്ലോ, ആ പേസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വെച്ചു. ഈ സവാള ഒന്ന് വാടാൻ വേണ്ടി സ്വല്പം ഞാൻ ഉപ്പിട്ടായിരുന്നു. അത് ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളൂ. അങ്ങനെ എളുപ്പം ഇങ്ങനെ ഒന്ന് പെട്ടെന്നൊന്ന് ഇതാകാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പിടാം. ഇനി ഞാൻ അതിലോട്ട് തന്നെ ആ ചുമന്നുള്ളി, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും കൂടെ ഇടുകയാണ്. ചുമന്നുള്ളി, അതേപോലെ ഒരു പച്ചമുളകേ ഞാൻ ഇട്ടുള്ളൂ. സവാള ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതി. ബ്രൗൺ കളറൊന്നും ആവണമെന്നില്ല, കാരണം ഇത് റോസ്റ്റ് ആണല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇടുകയാണ്. കറിവേപ്പില എത്ര ഇട്ടാലും ടേസ്റ്റാ. കറിവേപ്പില എൻ്റെ ഒരു വീക്ക്നെസ്സാ, പക്ഷെ എനിക്ക് ഇവിടെ കിട്ടാൻ ഭയങ്കര പാടായതുകൊണ്ട്, മാത്രമല്ല നമ്മൾ എവിടുത്തെ ആണെന്ന് അറിയാത്തതുകൊണ്ടൊരു നമുക്കൊരു പേടി. ഇത് പക്ഷേ എൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ ബാൽക്കണിയിലുണ്ടായ കറിവേപ്പിലയാണ്. കറിവേപ്പിലയും സവാളയും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വഴണ്ടിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഈ മണം തന്നെ മതി നമുക്ക് എന്ത് കഴിക്കാനും. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ പരുവം മതി കേട്ടോ. ഇത് കഴിയുമ്പോഴത്തേന് ഞാനൊന്ന് ഫ്ലെയിം ഒന്ന് ലോയിലാക്കുവാണ്, കാരണം മസാല ഇടാൻ പോവാം. ഫ്ലെയിം ലോയിലാക്കി. ഇനി നമുക്ക് മുളക് പൊടി ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച്, എൻ്റെ അമ്മ പൊടിച്ച് ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്ന മുളക് പൊടിയാണ്. അതിന് ഒരു 3 ടീസ്പൂൺ, ഇത് ടീസ്പൂണാണ്, 3 ടീസ്പൂൺ മുളക് പൊടി. കാരണം ക്രാബ് റോസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇച്ചിരി എരി മുമ്പിൽ നിൽക്കണം. ഇത് കാശ്മീരി ചില്ലിയാണ്, നമ്മളിവിടെ കടയിൽ നിന്ന് മേടിച്ച് വെച്ചേക്കുന്ന കാശ്മീരി ചില്ലി. അത് കുറച്ചൊരു കളറിന് വേണ്ടി ഞാൻ ചേർക്കുവാണ്, കുറച്ച്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മതി, ഒത്തിരി ആ കളറ് മാറണ്ട. ഇതൊന്ന് വഴറ്റിക്കോട്ടെ. അതിലേക്ക്
3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി നാട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവന്ന മല്ലിപ്പൊടിയാ. ഇതെല്ലാം ഇതിന്റെ ഒരു പച്ച മണം ഒന്ന് മാറുന്നവരെ നല്ലതായിട്ട് ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആ പച്ച മണം ഒന്ന് കുത്തുമണം അല്ലെങ്കിൽ വരും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നു. ഈ ഗരം മസാല വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചുണ്ടാക്കിയതാ. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂട്ട് ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ്. ഇതിന്റെ കൂട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. മസാലയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് കണ്ടിച്ചു വെച്ചിരിക്കുന്ന തക്കാളിക്ക 2 തക്കാളിക്ക ഇടുകയാണേ. അത് ലാസ്റ്റിലെ തക്കാളിക്ക ഇടാവും. മസാല എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞിട്ടേ മസാല ഇടാവും. ചിലര് ഞാൻ കേട്ടിട്ടുണ്ട് ഈ മസാല മൂക്കുന്നതിന് മുമ്പേ തക്കാളിക്ക ഇടുമെന്ന്. പക്ഷെ അങ്ങനെ ഇടുകയാണെങ്കിൽ മസാല ശരിക്ക് മൂക്കത്തില്ല. ഇപ്പൊ തന്നെ മസാലയുടെ ഒരു പച്ച മണം അവിടെ കിടക്കും. ഇനി ഈ തക്കാളി നല്ലതായിട്ടൊന്ന് വഴറ്റി അതിനോട് മസാലയെല്ലാം ഒന്ന് പിടിച്ച് ഇതിൻ്റെ ഇടയിൽ ഉപ്പിടാൻ മറന്നുപോയില്ലേ. ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ടു. തക്കാളി അതിനോടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഉപ്പ് ഞാൻ ക്രാബിനും ഈ മസാലയ്ക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനിയും ഒരു ശകലം വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ച് ഈ തക്കാളിക്ക് ഒന്ന് വേവാൻ വേണ്ടി ഒന്ന് ഞാൻ അടച്ചു വെക്കുവാണേ. ഇനി ഞാനിത് അടച്ചു വെക്കുക. തക്കാളി വഴണ്ടിട്ടുണ്ട്. ഞാൻ മൂടി ഒന്ന് എടുക്കുവാണേ. നല്ല മസാലയും തക്കാളി എല്ലാം കൂടെ വഴണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമ്മൾ ആ ക്രാബിനെ നമ്മൾ ഇങ്ങോട്ട് ഇടുക. മസാലയ്ക്കകത്തോട്ടിട്ട് ഒന്ന് വഴറ്റുക. അത് മസാലയെല്ലാം എല്ലായിടത്തോട്ടും ഒന്ന് പിടിക്കട്ടെ. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ സ്വതവേ ക്രാബിലോട്ട് മസാല പിടിക്കാനൊരു പാടാ. എന്നാലും നമ്മൾ ഇനി ഇത് റോസ്റ്റ് ആയതുകൊണ്ട് ഇച്ചിരി വെള്ളം വെച്ചാൽ മതി. നമ്മൾ ക്രാബ് കറിക്കാണെങ്കിൽ വെള്ളം ചേർക്കണം നല്ലതായിട്ട്. ഇത് ഞാൻ ഒരു ശകലം വെള്ളം ഒന്ന് ഒഴിക്കുവാണ്. ശകലം കുറച്ച് വെള്ളം. എല്ലായിടവും മസാലയൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അടച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഒന്നുകൂടൊന്ന് ഇളക്കി ഒന്ന് മറിച്ചിടുകയാണേ. കാരണം ഈ സൈഡിലൊക്കെ ഒന്ന് മസാല പിടിക്കണമല്ലോ നല്ലതായിട്ട്. അങ്ങനെ നമ്മുടെ ക്രാബ് റോസ്റ്റ് റെഡിയായി. എന്ത് സ്മെല്ലാന്ന് നോക്കിക്കേ. വാവ്, ഈ ഒരു സ്മെല്ല് മതി ഒരു 5 ചപ്പാത്തി ഒരുമിച്ചടിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി വീണ്ടും ഒരു വീഡിയോ വരുന്നതുവരെയും ബൈ.